സച്ചിയുടെയും രേവതിയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ തീർത്ഥാടനം എന്ന് പറഞ്ഞൊരു പേരിൽ രേവതിയെ നോക്കണ്ടെന്ന് കരുതിയിട്ട് മുങ്ങിയിരിക്കുകയാണല്ലോ. ഈ സമയത്ത് നമ്മുടെ അച്ഛമ്മ വന്ന് നോക്കൊക്കെ ചെയ്യല്ലോ. അങ്ങനെ ആമിയും വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആമിയൊക്കെ പോയതിന് ശേഷമുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ചന്ദ്രയും ഭാമയും കൂടി തീരുമാനിക്കുകയാണ്, ഇനി ഇത്രയും ദിവസമായില്ലേ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങോട്ട് പോകുന്ന കാര്യം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഞാൻ അന്വേഷിച്ചു, 2 ആഴ്ചയല്ലേ ആയുള്ളൂ. അവളുടെ കാലിന് യാതൊരു ഭേദവും ആയിട്ടില്ല. അവൾ ഇപ്പോഴും വീൽ ചെയർ തന്നെയാ. അവളാണെങ്കിലോ ആ ശ്രുതിയും പോലും ഹാളിൽ കിടത്തിയിട്ട് അവരുടെ മുറിയിൽ സുഖിച്ച് കിടക്കാണ് എന്ന് പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട്, നീ എന്ത് വർത്താനായി പറയുന്നേ? അവളുടെ കാലിന് സുഖമില്ലല്ലോ, അപ്പൊ തറയിൽ ഇറങ്ങി കിടക്കാൻ പറ്റുമോ? അല്ലാത്തപ്പോ അവരുടെ തറയിൽ കിടക്കാറ് എന്ന് ചോദിക്കാണ്. എന്നിട്ട് ഭാമ ചോദിക്കുന്നുണ്ട്, നീ നിന്റെ വയറ്റിൽ പ്രസവിച്ച വയറ്റില് ചുവന്ന് ഗർഭം ധരിച്ച് പ്രസവിച്ച 3 മക്കൾ തന്നെയല്ലേ അവർ 3 പേരും? പിന്നെ സച്ചിയുടെ മാത്രം എന്താ നിനക്ക് ഇത്ര വെറുപ്പ്? അത് പോരാഞ്ഞിട്ട് സച്ചിയുടെ ഭാര്യ വന്ന പെണ്ണിനെ നീ ഇത്രയ്ക്കും ക്രൂരത കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ബാക്കി 2 പേരുവേ ആവശ്യത്തിന് സ്വത്തും മുതലും കൊണ്ടാ വന്നിരിക്കുന്നത്, അല്ലാതെ ഇവളെ പോലല്ല. ഇവളാണെങ്കിലോ ഒരു ദരിദ്രം പിടിച്ച കുടുംബത്തിൽ നിന്നാ വന്നിരിക്കുന്നേ എന്നൊക്കെ പറയുമ്പോ ഭാമ ചോദിക്കാണ്, അല്ല മൂത്ത ബാക്കി 2 മരുമക്കളും സ്വർണവും സ്വത്തൊക്കെ കൊണ്ടുവന്നിട്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കാണ്. അവൾ പറയുന്നുണ്ട്, എനിക്ക് പ്രയോജനം ഇല്ലെങ്കിൽ എന്താ, അവർക്ക് പ്രയോജനം ഉണ്ടല്ലോ. ശ്രുതിക്കും ശ്രീകാന്തിന് പ്രയോജനം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ വർഷയുടെ അമ്മയാണെങ്കിലോ എന്ത് കോടീശ്വരിയാ, അവര് എത്ര രൂപ മുടക്കാനും തയ്യാറാ. ആ ശ്രീകാന്ത് സച്ചിയാണ് ഒന്നിനും സമ്മതിക്കാത്തത്. ശ്രുതിക്കാണെങ്കിലോ അതിനൊക്കെ സമ്മതമാണെന്നും അവര് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ മാമ പറയുന്നുണ്ട്, അങ്ങനെ വേണം ആമ്പിള്ളേരായാല്, അല്ലാതെ സുധിയെ പോലെ ഭാര്യ വീട്ടിൽ നിന്ന് എന്ത് കിട്ടിയാലും അതെല്ലാം മേടിച്ച് കാര്യം കാണേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ അധ്വാനിക്കാൻ അറിയെങ്കിൽ അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കണം. ശ്രീകാന്ത് സച്ചിയും അതാ ചെയ്യുന്നത്. രേവതി പാവപ്പെട്ട വീട്ടിലാന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ആ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് എന്ത് കഷ്ടപ്പെട്ടാ ആ പെണ്ണ് ജീവിക്കുന്നത്? എന്നിട്ടും ഡെയിലി 12,000 രൂപ അവൾ വരുമാനം ഉണ്ടാക്കുന്നില്ലേ എന്ന് ചോദിക്കാണ്. പിന്നെ നാട് നീളെ അലഞ്ഞ് പൂ കെട്ടി കിട്ടുന്ന വരുമാനമല്ലേ? എനിക്ക് ഓർക്കുമ്പോൾ തന്നെ നാണക്കേടാ. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് എൻ്റെ വീടിന് മുമ്പിലുണ്ട് കടയിട്ടിട്ട് എന്തൊരു നാണക്കേടായിരുന്നു. ഹോ, അന്ന് വീട്ടിൽ കയറി വന്ന് എന്നെ ഒരാൾ പൂക്കാരിയമ്മന്ന് വിളിച്ചു. എൻ്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോയി എന്ന് പറയുന്നിട്ട് ചന്ദ്ര. മാമ പറയാണ്, അല്ല നീ ഇപ്പൊ ഡാൻസ് പഠിപ്പിക്കുന്നില്ലേ? എത്ര കുട്ടികളുണ്ട് നിനക്ക്? ഇതുവരേക്കും ഒരാൾ പോലും വന്നില്ല. അത്ര നാണക്കേടൊന്നും ഇല്ലല്ലോ. രേവതി ചെയ്യുന്ന ആ ഒരു ജോലിയുടെ ഫലമായിട്ട് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക്. പക്ഷെ നിനക്കോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പോ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ അതൊരു കലയല്ലേ? അതുപോലാണോ വഴിയരികിലിരുന്ന് പൂ കെട്ടി വഴി നീളെ കൊണ്ടു നടന്ന് വിൽക്കുന്നത്? ഭാവ പറയുന്നുണ്ട്, അല്ല ഈ പൂജോടി അവള് കിട്ടുന്ന പൂ പകുതിയും അമ്പലങ്ങളേക്കുള്ളതാ. സാക്ഷാൽ നമ്മളുടെ ദൈവങ്ങളാണ് ആ പൂവൊക്കെ ചൂടുന്നത്. പിന്നെ സ്ത്രീകളും നന്ന മനസ്സിലുള്ള സ്ത്രീകളാ പൂ മേടിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നതും. അങ്ങനെയുള്ളപ്പോ ആ പൂ വയ്ക്കുന്നതും നല്ല കാര്യം തന്നെയല്ലേ? പകുതി മുക്കാലും പൂവും അവൾ അമ്പലങ്ങളിലേക്ക് കൊടുക്കുന്നെന്നാ ഞാൻ അറിഞ്ഞത്. അങ്ങനെയാകുമ്പോ ആ ഐശ്വര്യം കൂടി ആ കുട്ടിക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. നീ പഠിപ്പിക്കുന്നത് ഒരു കലയാണെങ്കിൽ അവള് ചെയ്യുന്നതും ഒരു പുണ്യപ്രവൃത്തി തന്നെയായെന്നും ബാവ പറയാൻ കേട്ടോ. അപ്പോ ചന്ദ്രൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് അവളുടെ കാര്യം പറയുമ്പോൾ കുറച്ച് നാക്ക് കൂടുതലാ. അവളെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ നിന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അവളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല, കാര്യം പറഞ്ഞതാ. യഥാർത്ഥ കാര്യം എന്താണെന്ന്. എന്തായാലും നീ ഭയങ്കര ക്രൂരയാ കേട്ടോ. അവളുടെ ഈ അവസ്ഥയിൽ തന്നെ ഇങ്ങനൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്ത് നീ വന്നല്ലോ. നീ അല്ലേ ഭാമ എന്നെ വിളിച്ചത്? ഞാനാണോ നിന്നെ വിളിച്ചേ? നീ അല്ലേ ഇങ്ങോട്ടൊന്ന് പറഞ്ഞത് നിനക്കിങ്ങനെ പോണം അങ്ങനെയാ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്? അപ്പോ ഞാൻ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ 15 ദിവസമായി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, തിരിച്ചു പോയേ പറ്റുള്ളൂ. ചന്ദ്ര പറയാണ്, ഓ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. പോവണ്ടായിരുന്നു. ഓ ഇവിടെങ്ങാണ് നിന്നാ മതിയായിരുന്നു. ഇതാകുമ്പോ ജോലിയും ചെയ്യണ്ട, കൃത്യസമയത്ത് ഫുഡ് കിട്ടും. ഓ എന്ത് രസാ ആൾക്കാരെയും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് നടക്കാൻ എന്ന് പറയുന്നുട്ടോ. മാമ പറയാണ്, എങ്കിലേ നീ ഇവിടെ തന്നെ താമസിച്ചോ, ഞാൻ നാട്ടിലേക്ക് തിരികെ പോവാം, നമ്മളുടെ ബജറ്റ് കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മാമ പറയാണ്. ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇവര് ബസ്സിന് വന്ന് കേരളത്തിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്ഥലത്ത് വന്നിട്ട് വണ്ടി ക്രോസ് ചെയ്യായിരിക്കും കേട്ടോ ചന്ദ്ര. ഈ സമയം നോക്കി ഒരു ബൈക്ക് വന്ന് ചന്ദ്രനെ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ഭാമയും കൂടെയുള്ളവരും ഓടിക്കൂടുകയാണ് കേട്ടോ. ബൈക്കാരനാണെങ്കിലോ നിർത്തുന്നുണ്ടെങ്കിലും ആളുകള് അയാളെ തല്ലാൻ പിടിക്കുന്നവർ തന്നെ അയാളെ പെട്ടെന്ന് വണ്ടി എടുത്ത് പോവാണ്.
ബാമ എല്ലാവരോടും പറയാണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ചു പേരും ബാമയും കൂടിയിട്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴേക്കും പറയുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാലിന് നല്ല ഫ്രാക്ചർ ഉണ്ട് എന്ന് പറയാൻ കേട്ടോ. പൊട്ടലും ഉണ്ട് അകത്ത്, നേരെ പൊട്ടലേ ഉള്ളൂ, എങ്കിലും 3-4 ആഴ്ച ശ്രദ്ധിക്കണം എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തേക്കാം, കിടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ബാമ പറയാണ് ഇത് എന്തിനുള്ള ശിക്ഷയാണ് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം ചന്ദ്ര പറയുന്നുണ്ട് നീ ഒന്ന് പോയേ, എന്നെ കുത്തി നോവിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ല, ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞല്ല, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതേ അവസ്ഥയിൽ കിടന്ന് രേവതി ഇട്ടിട്ടാണ് നീ തീർത്ഥാടനത്തിനാന്ന് പറഞ്ഞ് പോയത്. ദൈവങ്ങളെ കാണാൻ വന്നത് പോലും നീ കള്ളം പറഞ്ഞിട്ടാ. രേവതിയെ ശുശ്രൂഷിക്കാതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞില്ല നീ ദൈവത്തിന് മുമ്പിലേക്ക് വന്നത്, അതുകൊണ്ടാ ദൈവം ഇങ്ങനൊരു ശിക്ഷ നിനക്ക് തന്നത് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ് ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും, അവിടെ പോയാൽ എന്നെ ആര് നോക്കും എന്ന് ചോദിക്കുമ്പോൾ ബാമ ചോദിക്കാണ് അല്ല ഇപ്പോൾ രേവതിനെ ആരാ നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആദ്യം ഒരാഴ്ചയോളം അച്ഛമ്മ വന്ന് നിന്നിരുന്നു, എൻ്റെ അമ്മായിമ്മയെ കുറച്ചു ദിവസം നിന്ന് അവളെ നോക്കായിരുന്നു. ആ സമയത്ത് ശ്രുതിക്ക് നല്ല മുട്ടം പണിയായിരുന്നു, ശ്രുതിയെ കൊണ്ടാ എല്ലാ ജോലിയും ചെയ്യിച്ചത്. എന്നാലോ അച്ഛമ്മ ഇപ്പോൾ എന്തോ അത്യാവശ്യ പണിയായിട്ട് വീണ്ടും നാട്ടിലേക്ക് പോയിരിക്കുക. ആ സമയത്ത് ശ്രീകാന്തും സച്ചിയും രവിയേട്ടനും എല്ലാരും കൂടിയാ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ നിന്നെയും അവിടെ എല്ലാരും കൂടി നോക്കിക്കോളും എന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് ഭാമേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനേ നിന്റെ വീട്ടിലേക്ക് വരട്ടെ, നീ എന്നെ നോക്കാവോ എന്ന് ചോദിക്കുമ്പോ ഭാമ പറയുന്നുണ്ട് ഇല്ല, ഞാൻ നോക്കില്ല, നീ പോകേണ്ടതേ നിന്റെ വീട്ടിലേക്കാ. ചന്ദ്ര പറയാണ് നീ എന്തൊരു ദുഷ്ടിയാ, നീ എന്റെ ഇത്ര അടുത്ത സുഹൃത്തായിട്ട് പോലും നീ എന്നെ നോക്കില്ലെന്ന് പറഞ്ഞല്ലോ. ഭാമ പറയാണ് അത് വേറൊന്നും കൊണ്ടല്ല, ആ രേവതി പാവം അവിടെ കിടന്ന് ആ അവസ്ഥയിൽ കിടന്നപ്പോഴേ നീ ഇട്ടിട്ട് നേരെ പോയില്ലേ, അതുപോലെ തന്നെ ഞാനും ചെയ്യാൻ പോവാ. നിന്നെ ഈ അവസ്ഥയിലിട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കും, അപ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാമ വീട്ടിൽ വിളിച്ച് അറിയിക്കാണ്. സച്ചിയും രവിയും കൂടെ ഓടി വരുന്നുണ്ട് കേട്ടോ. സച്ചി എന്നിട്ട് അമ്മയ്ക്ക് എന്താ പറ്റിയേ, അമ്മയുടെ കാലിനെന്താ പറ്റിയേ, ഏതാ ഇടിച്ചു നിർത്താതെ പോയത്, അവനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. മാമ പറയാണ് ഇടിച്ചിട്ട ആള് ഇറങ്ങി നോക്കാനൊക്കെ വന്നതാണ്, ആളുകൾ കൂടി അയാളെ തല്ലുന്നുള്ള പരിവായപ്പോ അയാളെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്ന് മാമ പറയുന്നുണ്ട്. എന്നിട്ട് മാമ പറയാണ് വേറെ പ്രശ്നമൊന്നുമില്ല, കാലിന് പൊട്ടലുണ്ട്, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും രവി പറയാണ് ഇത് നല്ല കൊള്ളാലോ, നല്ല മനപ്പുറത്തുണ്ട്, അമ്മായിമ്മയ്ക്കും മരുമകൾക്കും കണ്ടില്ലേ ഒരേ സമയം തന്നെ രണ്ടുപേരും കിടക്കണത് കണ്ടില്ലേ എന്ന് പറയാണ്. അപ്പോ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ, റോഡ് ക്രോസ് ചെയ്തതാ, ആ ബൈക്കാരൻ മനപ്പുറം ഒന്ന് ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ഭാമ പറയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു സച്ചി, ഡിസ്ചാർജ് ആയി, എന്തായാലും നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയാണ്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് എന്തായാലും നല്ല കാര്യമായി, ആദ്യം രേവതി മോള് ഇപ്പൊ ഇവളും വീട്ടിലെ ആകെപ്പാടെ ഒരു ഹോസ്പിറ്റലിന്റെ രംഗമാണെന്നൊക്കെ പറയുമ്പോ സച്ചി പറയുന്നുണ്ട് അമ്മേ ഇതേ ദൈവം നിന്ന ശിക്ഷയാണ് എന്ന് പറയുമ്പം ഭാമ ചിരിക്കുന്നതാണ് കേട്ടോ. അമ്മ രേവതി നോക്കാൻ പറ്റത്തോണ്ടല്ലേ അമ്മ തീർത്ഥാടനത്തിനാന്ന് പറഞ്ഞ് മുങ്ങിയത്, അതുകൊണ്ട് തന്നെയാ ദൈവം ഇങ്ങനൊരു ശിക്ഷ എന്നത്. നല്ല വേദനയില്ലേ, ഈ വേദനയാ ആ രേവതിയും കിടന്ന് അനുഭവിക്കുന്നത്. അവളെ നോക്കാൻ ഞങ്ങൾ എല്ലാരും ഉണ്ടമ്മേ, അമ്മ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് അവളെ ആരും നോക്കാതിരുന്നില്ല, എന്റെ അച്ഛമ്മ വന്നിരുന്നു, കുറെ ദിവസം അവളെ വന്നിരുന്ന് നോക്കുകയും ചെയ്തു, അതുകൊണ്ട് തന്നെ അവക്ക് ഒരു പ്രശ്നമില്ല എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ, അല്ലാതൊന്നും അല്ല. അപ്പൊ രവി പറയാണ് വേണ്ട വേണ്ട, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട, നീ പ്രാർത്ഥിക്കാനാണോ പോയത് അല്ലയോ എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, ഇതിനായി നീ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ. ഭാമ പറയുന്നുണ്ട് രവിയേട്ടാ ഞാനേ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം, ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം എന്ന് പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട് അതൊന്നും വേണ്ട, അവളുടെ വീടില്ലേ, അവള് അങ്ങോട്ട് വന്നാ മതി, ഞങ്ങളെല്ലാം എങ്ങനെ രേവതിയെ നോക്കുന്നോ അതുപോലെ അവളെ നോക്കിക്കോളാം എന്ന് പറയാണ്. ചന്ദ്ര പറയുന്നുണ്ട് രവിയേട്ടാ ഞാന് ഇവളുടെ കൂടെ പൊയ്ക്കോളാം, ഇവളാകുമ്പോ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്നെ നോക്കുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ആവില്ല. അപ്പൊ സച്ചി പറയുന്നുണ്ട് വേണ്ട അങ്ങനെ വേണ്ട, അമ്മ അവിടെ വന്ന് ഇരുന്നാ മതി, എന്താ സംഭവിക്കുന്നത് അമ്മയ്ക്കും അറിയണ്ടേ.
ആ രേവതിയുടെ അവസ്ഥയെ അമ്മ എന്നെ കാണണ്ടേ? ഞങ്ങളെല്ലാവരും രേവതിയെ പൊന്നുപോലെ നോക്കുന്നത് അത് അമ്മയും കാണണം. പിന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട്. അമ്മയുടെ പുന്നാര ശ്രുതിമോളുണ്ടല്ലോ, ആ ശ്രുതിയും അമ്മയെ നോക്കുമെന്നേ ഞങ്ങൾക്കൊന്ന് കണ്ടറിയണം. അത് അമ്മയൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അമ്മ നമ്മുടെ വീട്ടിലേക്ക് വന്നാലേ രക്ഷയുള്ളൂ എന്ന് സച്ചി പറയാണ്. ബാവ പറയുന്നുണ്ട്, ബാ നമുക്കെങ്കിലും ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവാം, ഞാനും നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാം എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ചന്ദ്രയും കുട്ടി ഭാമയും രവിയും സച്ചിയും കൂടെ കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലാണ്. അപ്പോ വീൽ ചെയറിൽ രേവതിയും ഹാളിൽ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ശ്രുതിയും വർഷയും ബാക്കി എല്ലാവരും അവിടെ ഇരിക്കാണ്. ഏകദേശം സന്ധ്യ സമയമായിട്ടോ. ഇവളെയും കൊണ്ട് പിടിച്ച് നടത്തിക്കൊണ്ടാണ് കേട്ടോ കയറി വരുന്നത്. കയറി വന്ന പാടെ സെറ്റിൽ കൊണ്ടിരുത്താണ്. വർഷ പറയുന്നുണ്ട്, ഇതെന്താ എല്ലാവർക്കും കാലൊടിയിൽ സീസൺ ആണോ? ആദ്യം രേവതി ചേച്ചി, പിന്നെ ഇപ്പൊ ആന്റി, ഇനിയിപ്പൊ ആരാണോ എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്നിട്ട് വർഷ അവിടുന്ന് ചിരിക്കുന്നുണ്ട്. ശ്രീകാന്ത് പറയാണ്, ഒന്നും മിണ്ടാതിരിക്കും വർഷേ, ഇപ്പൊ ഇങ്ങനെയാണോ പറയേണ്ടത് എന്ന് ചോദിക്കാണ്. ശ്രുതി വന്നിട്ട്, അയ്യോ അമ്മേ, അയ്യോ ആന്റിക്ക് എന്താ പറ്റിയത്? ഇത് എങ്ങനെ ആന്റി സംഭവിച്ചത്? ആക്സിഡന്റ് സംഭവിച്ചെന്നറിഞ്ഞപ്പോഴേ എന്റെ ഹൃദയം തകർന്നു. ഞാനാണെങ്കിലേ ഇവിടുന്ന് പ്രാർത്ഥിക്കായിരുന്നു എന്റെ ആന്റിക്ക് ഒരു അപകടം വരരുതേന്ന്. ആ പ്രാർത്ഥന എന്തായാലും ദൈവം കേട്ടു. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഒരു ബൈക്കൊക്കെ ഇടിച്ചെങ്കിൽ സാധാരണ മരിച്ചു പോവേണ്ടതാ. ഒന്നും പറ്റാഞ്ഞത് എന്റെ പ്രാർത്ഥന കൊണ്ടാ എന്ന് ശ്രുതി പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അതെനിക്കറിയാം മോളെ, എന്റെ മോള് അങ്ങനെ പ്രാർത്ഥിക്കുള്ളെന്ന് ഈ അമ്മയ്ക്കറിയാം. അതുകൊണ്ടാ അമ്മതാ ഇപ്പൊ ഈ ഒരു അവസ്ഥയില് തിരിച്ചു വന്നത്. ഇവിടെ ചിലരുണ്ട്, അവരുടെ കാൽ ആക്സിഡന്റ് ആയപ്പോ അവരെ നോക്കാതെ ഞാൻ തീർത്ഥാടനത്തിന് പോയ ദേഷ്യത്തില് അവര് പ്രാഗ് നേർന്നു കാണും. പറയാനൊക്കെ ഇല്ലല്ലോ, എനിക്കെന്തെങ്കിലും ആപത്ത് പറഞ്ഞേ ഇതേ അപകടം സംഭവിക്കണമെന്ന് പറഞ്ഞ് അവർ ദൈവത്തിനോട് വിളിച്ച് പറഞ്ഞു കാണും. അതായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അമ്മയുടെ സ്വഭാവം എന്തായാലും എനിക്കില്ല. ഞാൻ അങ്ങനെ ആരെയും പറയത്തുമില്ല. എനിക്ക് ആക്സിഡന്റ് ആയ എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം. അത് ഇനി അമ്മയുടെ മേലെ പഴിയാറിന്റെ കാര്യമൊന്നും എനിക്കില്ലല്ലോ. പിന്നെ അമ്മ എന്നെ നോക്കാതെ പോയത് അത് അമ്മയുടെ ഇഷ്ടം. അമ്മ നോക്കുമെന്ന് എനിക്ക് യാതൊരു തോന്നലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സങ്കടമില്ല. എന്നെ നോക്കാൻ എന്റെ സച്ചിയേട്ടനും രവി അച്ഛനും അതുപോലെ ശ്രീകാന്തും വർഷ അച്ഛമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്കത് മതി. അല്ലാതെ അമ്മയെ പ്രാകേണ്ടതോ അമ്മയ്ക്ക് അപകടം വരാണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ രവി ചോദിക്കാണ്, നീ വന്ന് കേറിയില്ല, അതിനു മുമ്പേ തുടങ്ങിയോ മോളോട് വഴക്ക്? അപ്പോ സച്ചിയോട് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്നെ ഒന്ന് മുറിയിലേക്ക് ആക്കോ, എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ സച്ചി മുറിയിലേക്ക് ആക്കാണ്. എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോ ഇല്ല, കാലിലൊരു ഫ്രാക്ചറേ ഉള്ളൂ, ബൈക്ക് ഇടിച്ചാള് നിർത്താതെ പോയി എന്ന് പറയുമ്പോ അപ്പോ എന്നെ ഇടിച്ച ആള് തന്നെ ആയിരിക്കുമോ എന്ന് ചോദിക്കാണ്. അല്ല, അയാള് ഇറങ്ങി നോക്കാൻ തുടങ്ങിയപ്പോഴേക്കും പബ്ലിക്കിൽ ഒരുപാട് ആളുകൾ ഓടിക്കൂടി. ഇവനെ തല്ലുന്നൊരു അവസരമായപ്പോ ആ പയ്യൻ ജീവനും കൊണ്ട് ഓടിയതാണെന്നാ ഭാമി ആന്റി പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഭാമയും രവിയും ശ്രുതിയും കൂടെ പിടിച്ചുകൊണ്ട് ചന്ദ്രയെ കൊണ്ട് മുറിയിൽ കിടത്താണ്. കാലിനൊക്കെ നല്ല നീരുണ്ടല്ലോ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അതെ, എന്തായാലും ഞാനിന്ന് ഇവിടെ ചേച്ചിയുടെ കൂടെ കിടക്കാൻ രവിയേട്ടൻ ഹാളിൽ വല്ലതും കിടന്നോ, ഇന്നിപ്പോ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് നല്ല കാര്യമായി. ഇയാൾക്ക് കുറെ കാര്യങ്ങള് തന്നോട് സംസാരിക്കാലോ എന്നും അയാള് ചോദിക്കുമ്പോ ഭാമ പറയുന്നുണ്ട്, കഴിഞ്ഞ 15 ദിവസമായിട്ട് ഞങ്ങള് സംസാരിച്ച് മടുത്തു അല്ല ചന്ദ്രേ എന്ന് ചോദിക്കാണ്. രവി പറയുന്നുണ്ട്, എങ്കിലും ഇനിയിപ്പോ ഇവിടുത്തെ താണ്ഡവമൊക്കെ ചന്ദ്ര കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ, എല്ലാം വിളിച്ച് പറയും. നിന്റെ സ്വന്തം കൂട്ടുകാരി ഒരുപാട് വിശേഷങ്ങൾ കാണും ഇനി അങ്ങോട്ട് അല്ല ചന്ദ്രേ എന്ന് ചോദിക്കാണ്. അങ്ങനെ അന്ന് രാത്രിയില് നമ്മുടെ ശ്രീകാന്തും വർഷങ്ങൾ രവിയങ്ങൾ കൂടിയിട്ട് അടുക്കളയിലേക്ക് കയറി ഫുഡെല്ലാം പാചകം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരെയും വിളിക്കാണ്. എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് വരുന്നുണ്ട്. ചന്ദ്രനെ പിടിച്ചുകൊണ്ടെന്ന് കസാറിലിരുത്താണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ രേവതിനെ ഉണ്ടിക്കൊണ്ടെന്ന് അവിടെ ഇരുത്തുന്നുണ്ട്. എല്ലാവരും കൂടി ആഹാരം കഴിക്കാണ്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഈ കറിക്കൊന്നും ഉപ്പും ടേസ്റ്റും ഒന്നുമില്ല. വർഷ പറയാണ്, അയ്യോ ആന്റി സോറി, ഞാൻ ഉണ്ടാക്കിയതാ, ഇവൻ പറഞ്ഞതനുസരിച്ചൊക്കെയാ ഞാൻ ഉണ്ടാക്കിയത്, പിന്നെ എനിക്ക് ഇച്ചിരി കൈപ്പുണ്യം കുറവാ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. അയ്യോ കുഴപ്പമില്ല വർഷമോളെ, നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. അല്ല ശ്രുതി, നീ അടുക്കളയില് പാചകം ചെയ്യാനൊന്നും കയറിയില്ലേ എന്ന് ചോദിക്കുമ്പം
സച്ചി പറയാണ്, നല്ല കാര്യമായി. അച്ഛമ്മ ഉണ്ടായിരുന്ന കുറച്ചു ദിവസം അച്ഛമ്മ പേടിച്ച് അടുക്കളയിലും കയറി ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തു. ഇപ്പോളെ വീണ്ടും പഴയ അവസ്ഥയിലായി. അടുക്കളയൊക്കെ തിരിഞ്ഞു പോലും കയറില്ല. കഴിക്കാറാകുമ്പോൾ കൃത്യസമയത്ത് ഈ ടേബിളിന് ചുറ്റും വന്ന് ഇരുന്നോളുമെന്ന് സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിനക്കെന്താ പ്രശ്നം? ഞാനല്ലേ ഇവിടെ കഴിക്കാൻ വന്നിരിക്കുന്നത്. ഞാനോട് ഈ വീട്ടിലേക്ക് ചെലവിന് തരുന്നുണ്ട്, അതുകൊണ്ടേ കഴിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ ശ്രീകാന്ത് പറയാണ്, അതൊക്കെ ശരിയായിടത്തി, പക്ഷെ കഴിക്കണമെങ്കിലേ വീട്ടിലെ പാചകം കൂടി ചെയ്യണം. ചേച്ചി വീട്ടില് ജോലിക്കാരെ നിർത്തിയിട്ടില്ലല്ലോ. സാധനത്തുള്ള കാശ് മാത്രമല്ലേ തരുന്നുള്ളൂ. അല്ല, ഒരു ജോലിക്കാര്യങ്ങൾ നിർത്തി അതിനുള്ള കാശ് കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ശ്രുതി ചോദിക്കാണ്, നിനക്കൊക്കെ എന്താണ് കുഴപ്പം? അവളൊരു നേരം ആഹാരം കഴിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോ സച്ചി പറയാണ്, അയ്യോ ഭാര്യയുടെ മൂട് താങ്ങി പോന്നില്ലേ? ഞങ്ങൾ പറഞ്ഞതില് എന്നെ തെറ്റ്? ഇപ്പോ രേവതിക്ക് വയ്യ, അതുപോലെ തന്നെ അമ്മയ്ക്കും വയ്യ. ഈ സമയത്ത് നിന്റെ ഭാര്യയ്ക്ക് ഒന്ന് സഹായിച്ചാലെന്താ? അവക്ക് എല്ലാം വെച്ചു വിളമ്പാനും എല്ലാം അറിയാവുന്നതല്ലേ? ദേ കണ്ടോ, ശ്രീകാന്തും ഞാനും വർഷയും ഒരുമിച്ചാ ഇപ്പൊ അടുക്കളയിൽ എല്ലാ ജോലിയും ചെയ്യുന്നത്. ഒന്നും അറിയാത്ത വർഷ പോലും അത്യാവശ്യം പാചകമൊക്കെ പഠിച്ചു. ഞാനും ശ്രീകാന്തും കൂടിയാ ബാക്കി എല്ലാ ജോലിയും ചെയ്യുന്നത്. നീ നിന്റെ പെണ്ണും പിള്ളയും ഒന്ന് അനങ്ങത്ത് കൂടിയില്ല. ഒരു ബിസിനസ്മാൻ വന്നിരിക്കുന്നു, നാണമില്ലടാ നിനക്ക്? ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലേ അതിനുള്ള ജോലിയും കൂടി ചെയ്യണം എന്ന് പറയാണ്. ശ്രുതിയാണെങ്കില് നീ പോടാ എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കൈയും കെട്ടിട്ട് മുറിയിലേക്ക് ഭാമ അവളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സച്ചിയും അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും ആ പ്ലേറ്റ് ഒക്കെ പറക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ കഴുകാനായിട്ട്. വർഷ പറയുന്നുണ്ട്, പ്ലേറ്റ്സ് ഒക്കെ ഞാൻ കഴുകിക്കോളാം എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, സാരയില്ല മോള് പകല് മൊത്തം ജോലിയും കഴിഞ്ഞ് വന്നാലേ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ്, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ആ സുധിയേട്ടനെയും ആ സുധിച്ചേച്ചിയും കൂടെ വിളിക്ക് എന്ന് പറയാണ്. വർഷ പറയുന്നുണ്ട്, നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ശ്രുതിച്ചേച്ചി വരാൻ പോകുന്നില്ല. അതിനെ അച്ഛമ്മ തന്നെ വിചാരിക്കണം. പക്ഷെ സുധിയേട്ടനെ നിങ്ങൾ പോയി പിടിച്ചു തന്നാൽ മതി എന്നും പറഞ്ഞ് വർഷ എരിവ് കയറ്റി വിടുന്നുണ്ട്. ശ്രീകാന്തും സച്ചിയും കൂടെ പോയിട്ട് സുധിയെ പിടിച്ചു വലിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ലെന്ന് പറയുമ്പം, നിനക്ക് തിന്നാൻ അറിയാലോ, മര്യാദയ്ക്ക് കഴുകടാ, അല്ലെങ്കിലേ നിന്നെ ഞങ്ങള് ഐസോളത്തിൽ കുളിപ്പിക്കും എന്ന് പറയാണ്. അങ്ങനെ അവിടെ നിന്ന് ആ പാത്രം മൊത്തം സുധി കഴുകുമ്പോൾ ബാക്കി 2 പേരും 3 പേരും കൂടി കൂടിയിട്ട് ആ ടേബിളും അടുക്കളയും കൗണ്ടർ ടോപ്പും എല്ലാം ക്ലീൻ ചെയ്യാൻ കേട്ടോ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തിട്ട്, ഓ നാശം, എനിക്കിനി വീട്ടിൽ നിന്ന് ഫുഡൊന്നും വേണ്ട എന്നും പറഞ്ഞ് സുധിയാണെങ്കിൽ മുറി അകത്തേക്ക് കിടക്കാനായിട്ട് പോകുന്നുണ്ട്. ശ്രുതി ചോദിക്കാണ്, പാത്രമെല്ലാം കഴുകിക്കഴിഞ്ഞോ? എന്റെ പൊന്നു ശ്രുതി, നിനക്കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തില്ലേ? പിന്നെ കണ്ടവർ എച്ചിപ്ലേറ്റ് കഴിയുന്നില്ലേ? ഞാൻ ഇത്രയ്ക്കും ജോലിയും മേടിച്ച് ഇത്ര കാശുമായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അതിനൊക്കെ പറഞ്ഞിട്ടുള്ളവളെ രേവതിയാ. അതിനിപ്പോ രേവതിക്ക് വയ്യാതിരിക്കല്ലേ, അപ്പൊ നമ്മൾ തന്നെ ചെയ്യണ്ടേന്ന് ശ്രുതി ചോദിക്കുമ്പം, അതിനെ അവളെ താങ്ങിയെടുക്കുന്ന കുറെ പേരുണ്ടല്ലോ, അവർ വേണമെങ്കിൽ ചെയ്തോളും, എന്നെ അതിനൊന്നും കിട്ടില്ല എന്നും പറഞ്ഞ് ശ്രുതി അവിടെ കിടക്കുന്നുണ്ട്. ഈ സമയത്ത് വർഷയും ബാക്കി എല്ലാവരും കിടക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് നല്ല കാലുവേദന എടുക്കുന്നുണ്ട്. ഭാമയോട് പറയുന്നുണ്ട്, ഭാമേ എന്റെ കാലിന് നല്ല വേദനയുണ്ട്, ആ തൈലം ഇട്ട് ഒന്ന് തിരുമ്മി തരാമോ എന്ന് ചോദിക്കുമ്പോ ഭാമ പറയുന്നുണ്ട്, അതിനെന്താ ഞാൻ തിരുമ്മി തരാന്ന് പറയാണ്. അങ്ങനെ ഭാമ പിടിച്ച് ഞെക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് നല്ല വേദനയുണ്ട്. ഓ, നീ നിന്റെ കൈയും കൊണ്ട് തൊട്ടിട്ട് എനിക്ക് നല്ല വേദന, നിനക്ക് പാതിയും തിരുമ്മിക്കൂടെ എന്ന് ചോദിക്കാണ്. എനിക്കിങ്ങനെ അറിയുള്ളൂ ചന്ദ്രെ, ഞാൻ എന്ത് ചെയ്യാനാ? ഞാനേ പണ്ടും ഇങ്ങനെ കാൽ തിരുമ്മിയാലേ എല്ലാവരും എന്നെ വഴക്ക് പറയും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് ശ്രുതിയെ വിളിച്ചാലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ്, അതെ നീ പോയി വിളിക്ക്, എനിക്ക് കാല് തിരുമാനം പറയുമ്പോഴേ അവർക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ഭാമ പോയിട്ട് ശ്രുതിയെ വിളിക്കാം കേട്ടോ. ശ്രുതി ചോദിക്കാണ്, എന്താണ് ഈ രാത്രിയിൽ ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ചോദിക്കുമ്പം, അത് പിന്നെ മോളുടെ അമ്മായിമ്മയ്ക്ക് തീരെ സുഖമില്ല, കാലിനൊക്കെ നല്ല വേദനയാ, ഒന്ന് തിരുമ്മിത്തരാമെന്ന് ചോദിച്ച് വിളിച്ചെന്ന് പറയുമ്പം, ഞാൻ തിരുമാനോ, അതും ഈ രാത്രിയില് എന്നെ കൊണങ്ങും വയ്യ എന്ന് പറയുന്നുണ്ട്. ആന്റിയല്ലേ നോക്കിക്കോളാന്ന് പറഞ്ഞത്, ആന്റിക്ക് തിരുമ്മിക്കൂടെ എന്ന് ചോദിക്കുമ്പോ, അത് പിന്നെ ഞാൻ തിരുമ്മിയപ്പം അവക്ക് നല്ല വേദനാന്ന്, നല്ല അകത്ത് നല്ല പൊട്ടലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും, മോളാകുമ്പോ അതിന് തഞ്ചത്തിനങ്ങ് തിരുമുമല്ലോ, മോളൊന്ന് തിരുമ്മി കൊടുക്കുമ്പോളെ എന്ന് പറയുമ്പോ ശ്രുതി പറയാണ്, ആന്റി നേരം വെളുക്കട്ടെ, അല്ലാതെ എന്നെ കൊണ്ടങ്ങ് വയ്യ പാതിരാത്രിയില് ആറെ കാല് പിടിച്ച് തിരുമ്മിക്കൊണ്ടിരിക്കാൻ എന്നും പറഞ്ഞ് ദയവേത് എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്നും പറഞ്ഞ് കിടന്നുറങ്ങാണ്. തിരിച്ചു വരുമ്പോ ഭാമയോട്
ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അല്ല ശ്രുതിമോള് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോ പിന്നെ ശ്രുതിമോള് അവളെ ഞാൻ വിളിച്ചപ്പോ പറയാ 6:15 തീരുമാനമൊന്നും അവളെ കൊണ്ട് പറ്റില്ല, പാതിരാത്രി ഉറക്കം കെടുത്താതെ ഒന്ന് ശല്യപ്പെടുത്താതെ പോവെന്ന് ചോദിച്ച് അവള് കിടന്ന് ഉറങ്ങി എന്ന് പറയുന്നുണ്ട്. അതെന്താ അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ബാമ പറയുന്നുണ്ട്. സച്ചി പറഞ്ഞില്ലേ ഇവിടുത്തെ പ്രകടനമൊക്കെ ഇനി നീ കാണാൻ പോണേ ഉള്ളെന്ന്, അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. അതൊന്നും ആയിരിക്കില്ല, ഈ വീട്ടിലെ ജോലി പാർലറിലെ ജോലിയൊക്കെ ചെയ്ത് അവള് ക്ഷീണിച്ച് കിടക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പം ബാമ പറയുന്നുണ്ട്. എന്തായാലും നിനക്ക് കുറച്ചാഴ്ചകൾ റെസ്റ്റ് വേണമല്ലോ, അപ്പൊ എന്തായിരിക്കും അവസ്ഥ എന്ന് നിനക്ക് തന്നെ മനസ്സിലാക്കാം എന്നും പറയാണ് കേട്ടോ. അങ്ങനെ വേദന എടുത്ത് കരഞ്ഞിരുന്ന ചന്ദ്രയ്ക്ക് വീണ്ടും ഭാമ തിരുമ്മി കൊടുക്കാണ് കേട്ടോ. അങ്ങനെ വേദന സഹിച്ച് അവള് കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ ആവാണ് കേട്ടോ. ഈ സമയത്ത് വർഷ ബെഡ് കോഫിയുമായിട്ട് രേവതിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. രേവതി ഇത് വാങ്ങിച്ചു കുടിച്ചിട്ട് കൊള്ളാല വർഷേ, നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ഇനി മുതൽ ചേച്ചി എഴുന്നേറ്റാലും ചേച്ചി സഹായിക്കാൻ ഞാനും ഉണ്ടാവും എന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ നേരെ കോഫിയും കൊണ്ട് ചന്ദ്രയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ചന്ദ്രയ്ക്കും കോഫി കൊടുക്കാണ്. ചന്ദ്ര പറയുന്നുണ്ട്. അല്ല മോളെ, ശ്രുതി എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചേച്ചി എഴുന്നേറ്റൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റിന് സമയമാകുമ്പോളെ എണീറ്റ് വരുള്ളൂ എന്ന് പറയാണ്. അല്ല ഇനിന്താ ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, സച്ചേട്ടനാണെങ്കിലോ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ, രാത്രി മൊത്തം എനിക്ക് നല്ല വിശപ്പും വേദനയൊക്കെ ആയിരുന്നു, എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറയാൻ കേട്ടോ. അപ്പോ അവള് പറയുന്നുണ്ട്. എല്ലാം റെഡിയാവുന്നുള്ള ആന്റി, റെഡിയായിട്ട് വിളിക്കാം എന്നും പറഞ്ഞ് വർഷ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ബാമ പറയാണ്. അതെ, വീട്ടിൽ നിന്ന് അർജന്റായിട്ട് എനിക്ക് അങ്ങോട്ടൊന്ന് പോണായിരുന്നു. അല്ല നിനക്കിപ്പോ എന്തിനാ അർജന്റായിട്ട് അങ്ങോട്ട് പോകുന്നത്? അത് പിന്നെ എന്റെ ആ പ്രോപ്പർട്ടിയില് ഒരാള് നോക്കാൻ വന്നിട്ടുണ്ട്, അതൊന്ന് പോയി സെറ്റാക്കി കൊടുക്കണം. ഈ വെളുപ്പിന് മുമ്പാണോ ആള് വരുന്നത്? വെളുപ്പിനൊന്നുമല്ല, 10 മണിയാകുമ്പോഴേലും വരും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പഞ്ചായത്തിൽ പോയിട്ട് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കാനുണ്ട്, അതും ഒന്ന് പോണം എന്ന് പറയുമ്പോ ചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാണ്. അല്ല ചന്ദ്രേ, ഞാൻ നേരെ ഇങ്ങോട്ടല്ലേ വന്നത്, എന്റെ ലഗേജ് എല്ലാം ഇവിടെ ഇരിക്കല്ലേ, എല്ലാം ഒന്ന് വീട്ടിൽ കൊണ്ട് വെക്കണം, ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കുളിക്കണം, എന്നിട്ട് വേണം എല്ലായിടത്തും പോകാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ കടന്ന് വാങ്ങിച്ചോണ്ട് പൊക്കോളാം എന്ന് പറയാണ്. ഞാൻ പഞ്ചായത്തിൽ പോയിട്ട് ആ പ്രോപ്പർട്ടിയുടെ കാര്യം നോക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വരാൻ നോക്കാം എന്നും പറഞ്ഞിട്ട് ബാമ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാവുകയാണ് കേട്ടോ. അങ്ങനെ വർഷയും ശ്രീകാന്തും സച്ചിയും കൂടിയിട്ട് എല്ലാം ടേബിളിൽ റെഡിയാക്കുന്നുണ്ട്. രേവതിനെ പോയി സച്ചി കൊണ്ടുവരാണ്. ചന്ദ്രനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ രവി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രുതി ഓൾറെഡി തന്നെ കുളിച്ച് റെഡിയായിട്ട് അവിടെ ഒന്ന് ഇരിക്കുകയായിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ഈ സമയത്ത് രേവതി ആണെങ്കിൽ അമ്മ കഴിക്കുന്നില്ല അമ്മേ എന്ന് ചോദിക്കുമ്പം ഞാൻ കഴിച്ചോളാം എന്ന് പറയാൻ കേട്ടോ. അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ എന്ന് ചോദിച്ചാലും അമ്മയ്ക്കൊന്നും മൈൻഡ് ആവില്ലെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കാണ്. ശ്രുതിയാണെങ്കിൽ ഒരു വാക്ക് പോലും മിണ്ടാതെ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് കൈയിടാനായിട്ട് പോകുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്. അല്ല മോളെ, നീ എങ്ങോട്ട് പോവാം? എങ്ങോട്ട് പോവാന്നോ? പാർലറിലേക്ക് പോവാ ആന്റി. പാർലറിലേക്കോ? അയ്യോ മോളെ, എനിക്ക് സുഖമില്ലാതിരിക്കല്ലേ, മോള് എന്നെ ഒന്ന് നോക്കി ഇവിടെ നിൽക്കത്തില്ലേ? അതിന് അച്ഛനുണ്ടല്ലോ, ഞാൻ പിന്നെന്തിനാ അമ്മ ഞാനെന്തിനാ പിന്നെ ആന്റി നിൽക്കുന്നത്? ദേ ഇപ്പോ സച്ചിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഓട്ടം പോകുന്നുള്ളൂ, ബാക്കി സമയത്ത് രേവതി നോക്കിയോടെ ഇരിക്കല്ലേ, അതുപോലെ അച്ഛന് വേറെ പണിയൊന്നുമില്ലല്ലോ, ആ അച്ഛനോട് നിൽക്കാലോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും രവി പറയാണ്. അയ്യ മോളെ, എനിക്ക് ട്രഷറിയിലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ടായിരുന്നു, മോളുടെ കാണുമല്ലോ നോർത്ത അച്ഛൻ ഇരുന്നെന്ന് പറയാണ്. അല്ല വർഷം ഇവിടെ കാണില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അയ്യോ ചേച്ചി എനിക്ക് പറ്റില്ല, കഴിഞ്ഞ 1-2 ദിവസം രവി ചേച്ചിക്ക് വേണ്ടി ഞാൻ ലീവ് എടുത്തതല്ലേ, ഇനി അങ്ങോട്ട് പോവാതിരുന്നാലേ അയാളെ വേറെ ആരെങ്കിലും സെലക്ട് ചെയ്യും, അതുകൊണ്ട് എനിക്ക് പോവാതിരിക്കാനേ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ശ്രുതി ചോദിക്കാണ്. അല്ല ശ്രുതി, നിന്റെ പാർലറിൽ ഇപ്പോ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലല്ലോ, നീ അവിടെ ഈച്ചയായിട്ട് ഇരിക്കല്ലേ, എങ്കിൽ പിന്നെ അമ്മയെ സഹായിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിയെ നോക്കി പേടിപ്പിക്കാൻ കേട്ടോ ശ്രുതി. അല്ല ഞാൻ അങ്ങനല്ല പറഞ്ഞത്, നീ അവിടെ ചെല്ലണം, നീ ചെല്ലുന്ന അത്യാവശ്യമാണല്ലോ, കസ്റ്റമർ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കാൻ കേട്ടോ. ചന്ദ്ര പറയാണ്. അല്ല മോളെ, ഒരു ദിവസം അമ്മയ്ക്ക് വേണ്ടി മോക്ക് ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുമ്പം അയ്യോ സോറി ആന്റി, പറ്റില്ല, അത്രയ്ക്ക് തിരക്കായതുകൊണ്ടല്ലേ, ക്ലയൻസ് ഒക്കെ വിളിച്ചോണ്ടിരിക്കാം, എന്ന് ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ബാഗ് എടുത്തോണ്ട് അവൾ പെട്ടെന്ന് തന്നെ ശ്രുതിയേയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാമേ? അവളുടെ പാർലറിലെ ഒരു തിരക്കുമില്ല, ഈച്ചയായിട്ട് ഇരിക്കാന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്, അമ്മയെ നോക്കാതിരിക്കാൻ വേണ്ടി അവൾ അടവ് കാണിച്ച് പോയതാ,
രേവതി നോക്കാൻ അമ്മ എന്തുമാത്രം അടിയും അടവും കാണിച്ചാണ് പോയത്. അത് തന്നെയാ അമ്മയുടെ പ്രിയപ്പെട്ട മരുമകൾ ഇപ്പൊ അമ്മയോടും കാണിച്ചത്. എന്തായാലും കർമ്മ എന്ന് പറഞ്ഞതൊന്നും ഉണ്ടെന്ന് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാണ്. വർഷ പറയുന്നുണ്ട്, ശരിയാ സച്ചിയുടെ പറഞ്ഞത്, ഇത് കർമ്മ തന്നെയാ. അവനോ ചെയ്തതിന്റെ ഫലവേ അവനും അനുഭവിക്കും. രേവതി ചേച്ചി ഇത്രയും കാലം ഇവിടെയുള്ള എല്ലാവരെയും ആന്റിയെ സഹിതം എന്ത് ഭംഗിയായിട്ട് നോക്കിയത്. എന്നിട്ട് ആ ചേച്ചിക്ക് ആപത്തുണ്ടായപ്പോ നിങ്ങൾ കൈയൊഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തീർത്ഥാടനത്തിന് പോയില്ലേ. അത് മനഃപൂർവ്വമുള്ള എസ്കേപ്പിംഗ് ഒക്കെ ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്നിട്ട് പോലും പാവം രേവതി ചേച്ചി ഒരു കുറ്റവും കുറവും ഒന്നും പറഞ്ഞില്ല. ഈശ്വരൻ അതേ കാരണം കൊണ്ട് തന്നെ ആന്റിയെ പരീക്ഷിച്ചത് കണ്ടില്ലേ. ഇപ്പോ ആനയുടെ അവസ്ഥയില് ആനയുടെ പ്രിയപ്പെട്ട മരുമോള് ഇറങ്ങിപ്പോയത് കണ്ടില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. രവി പറയുന്നുണ്ട്, എനിക്ക് ട്രഷറിയിലോ വേറെ എവിടെയും പോവണ്ട. ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കിയതല്ലേ അവളോട്. ഞാനേ എന്റെ ഭാര്യ നോക്കാൻ ഇവിടെ തന്നെ കാണുമെന്നും രവി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോ എനിക്ക് ഉന്തിക്കൊണ്ട് നടക്കാനേ രണ്ടുപേരായി, എന്റെ മരുമകളും എന്റെ ഭാര്യയും. രണ്ടുപേരെയും ഞാൻ നോക്കിക്കോളാം. എടാ സച്ചി, നീ ഓട്ടം പോയിക്കോ. ശ്രീകാന്തും ശ്രീകാന്തും വർഷമോളും കൂടി നിങ്ങളുടെ ജോലിക്കും പോയിക്കോ. എന്തായാലും ഉച്ചയോണൊക്കെ ആയല്ലോ, ബാക്കിയെല്ലാം ഞാൻ രണ്ടുപേർക്കും വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്തോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ. സച്ചി പറയാണ്, എനിക്ക് ഓട്ടം വിളിക്കുമ്പോ പോയാൽ മതി അച്ഛാ, ഞാനും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്റെ പൊന്നു ശ്രുതി, നിനക്ക് ഒരു ദിവസം അമ്മയെ നോക്കി നിന്നോടായിരുന്നോ? നിന്റെ കടയില് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. നമ്മുടെ കടയിലാണെങ്കിൽ സ്റ്റാഫും ഉണ്ട്, പിന്നെ നിനക്ക് നിന്നാ എന്താ കുഴപ്പം എന്ന് ചോദിക്കാണ്. ഓഹോ ശ്രുതി, അങ്ങനെയാണെങ്കിലേ വല്ല ഹോം നേഴ്സിനെ വെക്ക്, അല്ലെങ്കിൽ സുജി തന്നെ പോയി നിന്ന് നോക്ക്. ആദ്യം രേവതി ആ അച്ഛമ്മ വന്നേ പിന്നെ എത്ര ദിവസാ എന്നെ കൊണ്ടിട്ട് പാടുപെടുത്തിയത്. അവളുടെ മേല് തുടയ്ക്കാനും അവക്ക് ചായ കൊണ്ട് കൊടുക്കാനും അവളുടെ തുണി അലക്കാനും ഒക്കെ ആയിട്ട് എന്നോട് എന്തുമാത്രം ക്രൂരതയാ ആ തള്ള കാണിച്ചത്. എന്നിട്ടിപ്പോ നിന്റെ തള്ളയിടം കൂടെ ഞാനെല്ലാം കഴുകണോ എന്ന് ചോദിക്കാണ്. ഇനി അവരുടെ കാലം തിരുമ്മി അവരെ കുളിപ്പിക്കാത്തിന്റെ കുറവും കൂടെ ഉള്ളൂ, എന്നെ കൂടെ പറ്റില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോ അവൻ പറയുന്നുണ്ട്, എങ്കിലും ശ്രുതി, നിന്നെ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, ഒരുപാട് സ്നേഹിക്കുന്ന മരുമകളല്ലേ. നീ ഇപ്പൊ ചെയ്ത് അമ്മയുടെ കൂടെ ഇങ്ങനെ സോപ്പിട്ട് നിന്നാലേ അമ്മയ്ക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാവും. അല്ല, നിന്റെ അമ്മയുടെ സ്നേഹം ഇഷ്ടം കിട്ടിയിട്ടേ അതെങ്കിൽ പുഴുങ്ങി തിന്നാലേ എന്റെ വിശപ്പ് മാറില്ലല്ലോ. അത് മാത്രല്ല, അവരെ പരിചരിച്ച് എന്റെ ആരോഗ്യം കളയാനേ എനിക്ക് വയ്യ. അവർ ഇങ്ങോട്ട് തരാൻ വേണ്ടി അവരിൽ കോടികളൊന്നും ഇല്ലല്ലോ എന്നും ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. മിണ്ടത് വരാൻ നോക്ക്, അല്ലെങ്കിലേ ഞാൻ പോയി ഷോപ്പ് ചെയ്യുന്നോളാം. നീ അല്ലേ അവരെ സ്വന്തം മോൻ, വേണമെങ്കിൽ പോയി നോക്ക്. അവരെ പരിചരിച്ച് അവരെ കുളിപ്പിച്ച് അവരെ ഒരുക്കി ആഹാരം കൊടുത്ത് നീ നോക്കാൻ നോക്ക് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. സുധി അങ്ങനെ അവര് കടയിലേക്കും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പകൽ സമയമാകുമ്പോഴേക്കും രവി ആണെങ്കിൽ സച്ചിയെ വിളിക്കുന്നുണ്ട്. രണ്ടുപേരും ടേബിളിലേക്ക് വരികയാണ്. സച്ചി ആണെങ്കിൽ പോയിട്ട് വിളമ്പിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. രണ്ടുപേർക്കും വിളമ്പിക്കൊണ്ട് വെക്കുകയാണ്. അങ്ങനെ രവിയും വന്നിരിക്കുന്നുണ്ട്. അമ്മേ, ഈ കറി മതിയോ എന്നൊക്കെ ചോദിച്ച് സച്ചി സ്നേഹത്തോടെ ചന്ദ്രയ്ക്ക് വിളമ്പി കൊടുക്കാണ് കേട്ടോ. അവന്റെ സ്നേഹമൊക്കെ കാണുമ്പോ ചന്ദ്രയ്ക്ക് വല്ലാണ്ട് ഫീൽ അടിക്കുന്നുണ്ട്. രേവതിയോടും നിനക്കിതൊക്കെ മതിയോ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ശ്രീകാന്ത് ഉണ്ടാക്കിയുണ്ടായിരിക്കും, കറിക്കൊക്കെ നല്ല ടേസ്റ്റാ എന്ന് പറയുമ്പോ സച്ചി പറയാണ്, ശ്രീകാന്ത് മാത്രമല്ല, ഇതിനകത്ത് വർഷയുടെ കറിയും എന്റെ കറികളും ഒക്കെ ഉണ്ട്. അവനാ പറഞ്ഞത്, അവൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെല്ലാം വെക്കുമായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അല്ല, അമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് ഓമലറ്റോ എന്തെങ്കിലും വേണോന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട, എനിക്കിത് മതിയെന്ന് പറഞ്ഞിട്ട് അവൾ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയെ കൊണ്ടൊക്കെ എടുത്തിട്ട് വന്നിട്ട് സച്ചി നേരെ ചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അമ്മേ, ടാബ്ലറ്റ് ഒക്കെ ഞാൻ എടുത്തു തരാമെന്ന് പറയാൻ കേട്ടോ. രവി പറയുന്നുണ്ട്, അത് സാരമില്ല മോനെ, ഞാൻ എടുത്തു കൊടുത്തോളാം, ഞാനിവിടുണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രവി ചോദിക്കുന്നുണ്ട്, അല്ലടാ നിനക്കിന്ന് ഓട്ടോ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പം 2 മണിക്ക് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, ഞാനെങ്കിൽ ഇവരെ ഒന്ന് സെറ്റാക്കിയിട്ട് പോവാന്നോർത്തായിരുന്നു. രവി പറയുന്നുണ്ട്, എങ്കിലേ നീ പോയിക്കോ, കുളിച്ച് റെഡിയായിട്ട് പോവാൻ നോക്ക്, ഞാൻ നോക്കിക്കോളാം. രേവതി മോളിപ്പോ ഇനിയിപ്പൊ കിടന്ന് ഉറങ്ങിക്കോളും. വൈകുന്നേരം ആകുമ്പോഴേക്കും വർഷയ്ക്കും എത്തുമല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ, ചായയൊക്കെ ഞാനിട്ട് കൊടുത്തോളാം എന്ന് പറയാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ ശരിയെന്നും പറഞ്ഞിട്ട് അവിടുന്ന് കുളിച്ചൊരുങ്ങി അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും വർഷയും ശ്രീകാന്തും കൂടി കയറി വരുന്നുണ്ട്. വർഷ വന്ന പാടെ നേരെ പോകുന്നത് ചന്ദ്ര അടുത്തേക്കാണ് കേട്ടോ. ചോദിക്കാണ്, അല്ല ആന്റി, ഇപ്പൊ എങ്ങനെയുണ്ട് കാലിന്, വേദനയുണ്ടെന്ന് ചോദിക്കുമ്പോ നല്ല നീരുണ്ട് എന്ന് പറയാണ്. രവി പറയുന്നുണ്ട്, നല്ല വേദനയായിരുന്നു, ഇപ്പൊ ഗുളികയൊക്കെ കഴിച്ചിട്ടിരിക്കുക എന്ന് പറയാണ്. എന്നാ ശരി ആന്റി, ഞാൻ പോയിട്ടെ ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ടൊന്ന് ചായ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തരാട്ടോ എന്നും പറഞ്ഞ് അവൾ നേരെ മുറിയിലേക്ക് പോകുന്നുണ്ട്.
അങ്ങനെ വർഷമാണെങ്കിൽ പോയിട്ട് ചായയും സ്നാക്സും ഒക്കെ ഉണ്ടാക്കി രേവതിയും ഹാളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചന്ദ്രയ്ക്കും കൊണ്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ സന്തോഷമുണ്ടെന്നല്ലേ ചായ സ്നാക്സും ഒക്കെ കഴിക്കുകയാണ്. അങ്ങനെ സന്ധ്യയാകുമ്പോഴായിരിക്കും കേട്ടോ നമ്മുടെ ശ്രുതിയും കൂടെ വരുന്നത്. നേരത്തെ അവർ ഇറങ്ങിയതാണ് ഷോറൂമൊക്കെ പൂട്ടിയിട്ട്. ശ്രുതി പറയാണ് ഇപ്പം പോയാൽ അവിടെ ഡിന്നറിനുള്ളതൊക്കെ നമ്മൾ പാചകം ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഇപ്പോഴേ പോവണ്ട, നമുക്ക് കുറച്ച് കറങ്ങിയൊക്കെ നടന്നിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ആ ഒരു ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ച് ചുമ്മാ അതിലേക്ക് നടന്ന് ചുറ്റിയടിച്ചിട്ട് രാത്രിയാണ് കേട്ടോ വരുന്നത്. അവർ വരുമ്പോഴേക്കും ശ്രീകാന്തും വർഷയും നമ്മുടെ രവിയൊക്കെ കൂടിയിട്ട് ചപ്പാത്തിയും കറികളൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോഴാണ് ഇവർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നല്ല മണം വരുമ്പം ശ്രുതി പറയാണ് എങ്ങനെയുണ്ട് ഐഡിയ, കണ്ടോ നല്ല മണം വരുന്നത് കണ്ടോ എന്ന് ചോദിക്കാണ്. നിന്നെ ഞാൻ സമ്മതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അകത്തേക്ക് കയറി വരുന്നുണ്ട്. വന്ന പാടെ രണ്ടുപേരും നേരെ മുറിയിലേക്ക് പോയിട്ട് ഫ്രഷ് ആവാണ് കേട്ടോ. അങ്ങനെ ഫ്രഷ് ആയിട്ട് തിരിച്ചു വന്നിട്ട് ഇതുവരെ ഡിന്നറൊന്നും ആയില്ലേന്ന് ശ്രുതി ചോദിക്കാണ്. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇല്ല സാർ ആയില്ല, 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാവോ, ഒന്ന് എണീറ്റ് പോടാ, പാതിരാത്രി കയറി വന്നിട്ട് അവന്റെ ഡിന്നർ പോലും ഇതെന്താടാ ഹോട്ടലാണോ, നീ ഓർഡർ ചെയ്യുമ്പോൾ വരാനേ, വേണമെങ്കിലേ നീ എണീറ്റ് ഉണ്ടാക്ക്, അല്ല നിന്റെ പെണ്ണുമ്പിള്ളേർ ഉണ്ടാക്കാൻ പറ, ഇവിടെ ഞങ്ങൾക്കുള്ള ഫുഡ് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നും പറഞ്ഞ് സച്ചി ഫുഡെല്ലാം കൊണ്ടുവന്ന് ഹാളില് ഡെസ്കിൽ വെക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ അതിന് ചപ്പാത്തി ഒരു പ്ലേറ്റിലേക്ക് ഇടുകയാണ്. സച്ചി പറയുന്നുണ്ട് നാണോടാ നിനക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട്, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ഉളുപ്പില്ലാത്ത 2 പേര് എന്നും പറഞ്ഞ് സച്ചി അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയും പോയി കണ്ടിട്ടാണ് ചന്ദ്രനെയും അവർ പിടിച്ചുകൊണ്ട് വന്നിട്ട് കസേരയിലിരുത്തുന്നുണ്ട്. അപ്പോ ശ്രുതിയാണെങ്കിൽ അവിടുന്ന് ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചന്ദ്രനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ചന്ദ്ര ചോദിക്കുകയാണ് അല്ല ശ്രുതി, നീ രാവിലെ ഇവിടുന്ന് പോയതല്ലേ, ഇത്ര നേരമായില്ലേ, വന്നിട്ട് എന്നെ ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്തോ, എനിക്ക് വേദന കുറവുണ്ടെന്നെങ്കിലും ചോദിച്ചോ. അപ്പൊ ശ്രുതി പറയാണ് ഓ ആന്റി സോറി, ഞാൻ അങ്ങ് മറന്നു, അല്ലാണ്ടി ഇപ്പൊ വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പം ആ കുറവുണ്ടെന്ന് പറയാണ്. അവള് വീണ്ടും കഴിപ്പ് തുടരുന്നുണ്ട്. ഇന്നലത്തെ അതേ സംഭവം പോലെ റിപ്പീറ്റ് ചെയ്ത് അവൾ പോയി കിടക്കുകയും ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത് രവി ആണെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ചന്ദ്രന്റെ മുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി ഇന്ന് നീ ആനോട് കട്ടിലേ കിടക്കാവോ. അയ്യോ അതെന്തിനാ അങ്കിൾ അപ്പൊ തറയെ കിടക്കണ്ടേ, അത് സാരില്ല ഞാൻ തറയെ കിടന്നോളാം, മുറിയിലാകുമ്പോ AC ഉണ്ട്, മോക്ക് ബെഡിലും കിടക്കാലോ എന്ന് പറയുന്നുണ്ട്. ആ ശരി ആന്റി ഞാൻ കിടന്നോളാം. എന്നിട്ട് അപ്പൊ രവി പറയുന്നുണ്ട് ഇന്നലെ രാത്രി എല്ലാം ചന്ദ്രയ്ക്ക് നല്ല കാലുവേദനയായിരുന്നു, കാലിന് നീരുമുണ്ട്, അതുകൊണ്ട് മോള് രാത്രിക്ക് അമ്മയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് കുഴമ്പിട്ട് കൊടുക്കണം, അത് മാത്രല്ല പിടിച്ചൊന്ന് ബാത്റൂമിലും കൊണ്ടുകൊണ്ട് വരും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയാണ് അയ്യോ അങ്കിളെ എനിക്കതൊന്നും അറിയില്ല, അത് മാത്രല്ല ഞാൻ പിടിച്ചോണ്ട് പോകുമ്പോഴേ കാണാം ആന്റെ സ്ലിപ്പായി വീണാലോ, അയ്യോ എനിക്കത് ഓർത്തിട്ട് തന്നെ വയ്യ, അത് മാത്രല്ല ഇപ്പൊ ഈ ഹാളിൽ കിടന്നു ശീലായി, ഞാൻ ഇവിടെ കിടന്നോളാം, അങ്കിൾ തന്നെ അവിടെ കിടന്നോ എന്നും പറഞ്ഞ് പതിയെ ശ്രുതി അവിടെ നിന്ന് മുങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി മാറിക്കഴിയുമ്പോ ബാക്കിയെല്ലാവരും ഇരിപ്പുണ്ട്. രവി ചോദിക്കാണ് ഇപ്പൊ എങ്ങനുണ്ട്, വർഷമോള് വന്നുടനെ നിന്നെയല്ലേ അന്വേഷിച്ചത്, അതുപോലെ തന്നെ രേവതിയാണെങ്കിലും ഇത്രയും കാലം നിന്നെ പൊന്നുപോലെ നോക്കിയില്ലേ, നിന്റെ ശ്രുതിമോള് കണ്ടല്ലോ, വന്നിട്ട് നിന്നെ ഒന്ന് അന്വേഷിക്കെങ്കിലും ചെയ്തോ, പോട്ടെ നിന്റെ കൂടെ നിന്ന് കിടന്ന് നിന്നെ ശുശ്രൂഷിക്കാൻ പറഞ്ഞിട്ട് പോലും അവക്ക് പറ്റില്ല, നീ ഇത്രയും കാലം തലയെ കൊണ്ട് കിടന്ന നിന്റെ പൊന്നാരും മരുമോളല്ലേ എന്നൊക്കെ ചോദിച്ച് രവി കുറെയൊക്കെ ചന്ദ്രനെ ഇട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് തന്നെ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തോണ്ടേ ഇരിക്കാൻ കേട്ടോ. അപ്പോ ചന്ദ്രയ്ക്ക് തോന്നുന്നുണ്ട് ശ്രുതിനെ അങ്ങനെ വിട്ടാ പറ്റില്ല, ഇത്രയൊക്കെ ആയിട്ട് പോലും ഒന്നും ചെയ്യാതെ ഒന്നും സഹായിക്കാതെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ചെറിയൊരു പണി അവക്കിട്ട് കൊടുത്തേക്കാന്ന് ചന്ദ്ര കരുതുന്നുണ്ട് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ നേരെ അച്ഛമ്മയെ വിളിക്കാണ്. അച്ഛമ്മയെ വിളിച്ചിട്ട് ഇതുപോലെ തന്റെ കാലിന് ആക്സിഡന്റ് ആയെന്നും താൻ ഇവിടെ കിടക്കാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്ഛമ്മ പറയുന്നുണ്ട് ഇതൊക്കെ നിനക്ക് ഈശ്വരൻ നിന്ന് ശിക്ഷയാണ്, ഈശ്വരന്മാരെ പറ്റിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതല്ലേ അതിന് ശിക്ഷയാണ് എന്നൊക്കെ പറയുമ്പം ചന്ദ്ര പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ മറ്റൊരു കാര്യം പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്, ശ്രുതിയനെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു ജോലിയും ഇവിടെ ചെയ്യുന്നില്ല, എന്നെ നോക്കുന്നില്ല, രേവതി നോക്കുന്നില്ല, വീട് നോക്കുന്നില്ല, വർഷയും ശ്രീകാന്തും സച്ചിയും കൂടിയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്, അതുകൊണ്ട് അമ്മേന്ന് വന്നാ നന്നായിരിക്കുന്നു പറയുമ്പം ഓഹോ അപ്പോ എന്റെ മഹത്വം എന്താണെന്ന് നീ ഇപ്പൊ തിരിച്ചറിഞ്ഞല്ലേ, ഇപ്പൊ നിനക്കെന്നെ ആവശ്യമായല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോ അവള് പറയുന്നുണ്ട് ഞാൻ കരുതിയത് ശ്രുതി എന്നെ നന്നായി നോക്കൂന്ന, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവളോട് അവക്ക് അതിനോട് അങ്ങനെയുള്ള ആത്മാർത്ഥ്യമൊന്നും ഇല്ലാന്ന്, അതുകൊണ്ടാ ഞാൻ അമ്മയെ വിളിച്ചത്, അമ്മയ്ക്ക് ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അതിനെന്താ നാളെ തന്നെ ഞാൻ അവിടെ എത്തിയിരിക്കും, ശ്രുതിനെ ഞാൻ ഇക്ഷ എണ്ണ വരപ്പിക്കാൻ പോണത് നീ കണ്ടോ, ഇനിയെങ്കിലും
ശ്രുതി ആരാണെന്നും രേവതി ആരാണെന്നും വർഷ എന്താണെന്നൊക്കെ നീ ഇന്ന് മനസ്സിലാക്കിയേ കൊള്ളാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛമ്മ ലാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള സംഭവം പറയണോ? പൊടി പൂരമല്ലേ, നമ്മുടെ ശ്രുതിനെ കൊണ്ട് ഇക്ഷ എണ്ണ വരപ്പിക്കുന്നുണ്ട്. രേവതിനെയും ചന്ദ്രനെയും നന്നായിട്ട് നോക്കിക്കാണ്. അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ ജോലികളും മറ്റുള്ളവരുടെ കൂടെ ചെയ്യാനും നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രനെ ആണെങ്കിലും അച്ഛമ്മ പൊന്നു പോലെ തന്നെ രേവതി നോക്കിയ പോലെ തന്നെയാണ് കേട്ടോ ചന്ദ്രനെ നോക്കുന്നത്. ചന്ദ്രക്ക് ഇങ്ങനെ മനസ്സിലായി ചെറിയൊരു മാറ്റമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എത്ര നേരത്തിനാണെന്ന് പറയാൻ പറ്റില്ല. ഇനി കാല് ശരിയായി വീണ്ടും പഴയതുപോലായി കഴിയുമ്പോൾ പഴയ സ്വഭാവം വീണ്ടെടുക്കുമെന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.